ഹായ് ഹലോ ഹവാർ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു വീഡിയോ ആയിട്ടാണ്. അതായത് ഇക്കാക്ക ഇന്നലെ വൈകുന്നേരം നമ്മുടെ ഫാമിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫാമിൽ ഹാർവെസ്റ്റിംഗ് ആയിട്ട് പോയതാണ്. പയറിൻ്റെ ഹാർവെസ്റ്റിംഗ് ആണ് പോയത് കേട്ടോ. അതൊരു നേന്ത്രവാഴയുടെ ഫാമാണ്. ഒരു 10,000-ഓളം നേന്ത്രവാഴ വെച്ചിട്ടുണ്ട്. ഇക്കാക്കയുടെ കുറച്ച് ഫ്രണ്ട്സ് കൂടി വെച്ചിട്ടുള്ളതാണ്, കുറച്ച് കർഷകരായിട്ട് വെച്ചിട്ടുള്ളതാണ്. അവരവിടെ അടുത്ത് തന്നെ താമസിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ലൊരു വൈബായിരുന്നു കാണാനായിട്ട്. കണ്ട നാടൻ പയറുണ്ടായി നിൽക്കണ്ടില്ലേ. ഇതൊരു ഇടവേളയായിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വാഴകളുടെ ഇടയിൽ വാഴയ്ക്ക് തണലും ആവും വളവും നമുക്ക് പയറും കിട്ടും. അടിപൊളി കണ്ട പയർ കൃഷി സൂപ്പർ. ഇത് വന്നിട്ട് തൃശ്ശൂർ ആമ്പല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണിട്ടുള്ളത്. നല്ല അടിപൊളി വൈബാണ്. ഇപ്പോൾ പിന്നെ തണുത്ത ക്ലൈമറ്റും കൂടി ആയപ്പോൾ നല്ല സൂപ്പറാണ് അവിടെ പോയി നിൽക്കാനുള്ളൊരു. ഇതൊക്കെ കാണുമ്പോഴും നമുക്ക് കർഷകരെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ തോന്നുക. കാരണം നമുക്ക് ഇത് ഫുള്ള് ജൈവവളത്തിൽ ഉണ്ടാക്കുന്നതാണ്. ഒരു രാസവളം പോലും ചേർക്കാതെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഗുണങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള പച്ചക്കറികളാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്പോൾ പയറുണ്ടാക്കി അങ്ങനെ പലതരം പച്ചക്കറികൾ ഉണ്ടാക്കാറുണ്ട് ഇവിടെ. ഇതിപ്പോൾ ഇക്കാക്കയാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, ആദ്യമായിട്ട് ഇക്കാക്ക പോയതാണ് അവിടെ. നല്ല സൂപ്പറായിരുന്നു. എനിക്ക് പിന്നെയും തന്നെ പറയാൻ തോന്നുന്നു. അടിപൊളിയായിരുന്നു വീഡിയോ. ഇക്കാക്ക പറയുന്ന ഫീലിങ്സോടുകൂടി ഞാൻ പറയുമ്പോഴാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെ എനിക്കറിയില്ല. ഇക്കാക്ക അവിടുത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ ഒരു ഫീലിങ്ങോടുകൂടി ഞാൻ പറയുമ്പോഴാണ് എനിക്ക് നല്ല സൂപ്പറായിട്ട് തോന്നിയത്. ഇക്കാക്ക പയർ വിളവെടുപ്പ് എടുക്കുന്നു. ഞങ്ങൾ ഇന്ന് ആ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പയർ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ വാങ്ങിക്കുന്ന പോലെ ഒന്നല്ല, നല്ല അടിപൊളിയാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാസവളം ചേർക്കാത്തതുകൊണ്ട് അവർ അതിൻ്റെ സത്ത് ഫുള്ളുണ്ട്. ഒരു ബബിളിങ് അല്ല ഉണ്ടായിട്ടുള്ളത്. അതായത് വളം ഇട്ടിട്ട് പെട്ടെന്ന് വീർക്കല്ല ചെയ്തിട്ടുള്ളത്. നമ്മൾ ജൈവവളം ആയതുകൊണ്ട് നല്ല സത്തോട് കൂടിയിട്ടുള്ളതാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ചുമന്ന പയറാണ് കേട്ടോ. ചുമന്ന നല്ല മണി പോലെ ഇരിക്കുന്ന പയറാണ്. അങ്ങനെ ഒടിക്കാൻ അധികം ഉണ്ടായിരുന്നില്ല, കൂടുതലും മുലിക്കാനുള്ളത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തിരി മൂത്തതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം മണി പോലെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് നാടൻ പയർ കഴിക്കുന്നതിന് രുചിയൊന്നും വേറെയാണല്ലോ. അതായത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മറ്റേ ടൈപ്പ് കുരുത്തോലപ്പയർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു ഇങ്ങനത്തെ പയറല്ല. നാടൻ പയർ കഴിക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. ഇത് അവിടെ തന്നെ പണിയെടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഇവരവിടെ താമസിച്ചിട്ട് തന്നെയാണ് പണിയെടുക്കുന്നത്. അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ റെഡിയാക്കിയിട്ടൊക്കെയാണ് താമസിക്കുന്നത്. ചെറിയൊരു എന്താ പറയുക, ഫാം ഹൗസ് പോലെയൊക്കെ ചെറുത് അങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെയാണ് താമസിച്ച് പണിയെടുക്കുന്നത്. എത്ര ഏക്കർ സ്ഥലമൊക്കെയാണ് അത് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ അതേ പയറൊക്കെ പറിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ ഈ കട കയ്യൊപ്പം കൂടി ഉണ്ടെന്നുള്ളൊരു സന്തോഷം ഉണ്ട് കേട്ടോ നമുക്ക് വീട്ടിലേക്ക് പയർ കൊണ്ടുവന്നപ്പം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ നാടൻ വൈബുകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കനും കൂടി അമർത്തിക്കുക. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ കൊടുക്കണേ. ബൈ.